എല്ലാവരും കൂടെ പെരുമണ്ണൂർ സ്കൂളിലേക്ക് കൊണ്ടുപോയി. സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ ആ സ്കൂളിൽ ഭക്ഷണവും കൊടുക്കാനും കിടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സതീശനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സതീശൻ ഭരണ വരൂല. അമ്മയുണ്ടോ ഇതിനകത്ത്? അയ്യോ മക്കളെ കണ്ട് എത്ര എണ്ണമാണ്. അമ്മ പേടിക്കണ്ട അമ്മ, ഞാനില്ല നിങ്ങളുടെ കൂടെ, പിന്നെ എന്തിനാ പേടിക്കണേ? ഞാൻ ജീവനോടുകൂടി ഉണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണവും കൊടുക്കാനും കഴിക്കാനും കിടക്കാനും ഒക്കെ തന്നു. ഈ പരമ നിമിഷം കൊണ്ട് സ്കൂൾ മുങ്ങിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് 3-ാം നിലയിൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, അവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞു. പെരുമ്പറന്നയിൽ 3-ാം നിലയിൽ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ. ഇന്നും അയാളുടെ പേര് ഓർക്കാത്ത ദിവസമില്ല കുട്ടാ. സത്യം പറയാതെ എനിക്ക് പെറ്റ മക്കളില്ല. 2 മക്കളെയും കൊണ്ടുപോയി. എനിക്ക് തന്നില്ല ദൈവം. ഇങ്ങനെ എനിക്ക് പോകാത്ത മക്കൾ. നിങ്ങളെ എൻ്റെ മക്കളാ. ആ മകനെ പോലെയല്ല, മകൻ തന്നെയാണ്, മകനാണ്. അങ്ങനെയൊക്കെ ഞാൻ അമ്മയാണ്. അമ്മേൻ്റെ എവിടെയുണ്ടെങ്കിലും വിളിച്ച് കൂട്ടിപ്പിടിക്കും. കയ്യിലൊരു ചിത്രമൊക്കെ ഉണ്ടല്ലോ. ആ അതുകൊണ്ട് ഒരു ഫോട്ടോ ഇങ്ങനെയുണ്ട്. ആ ഫോട്ടോയും കാണിക്കാം. ഓണത്തിനൊരു കിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അമ്മയുടെ കയ്യിലുള്ള ഫോട്ടോ ഒന്ന് മമ്മൂട്ടിക്കൊപ്പം ഒന്ന് വി ഡി സതീശനൊപ്പം നിൽക്കുന്നതാണ്. വി ഡി സതീശൻ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ്. ഇന്ന് മുഖ്യമന്ത്രിയാണ്. ജനാധിപത്യമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ജീവിച്ചത്. ആ ഡോൺ ബോസ്കോ പള്ളി, ആ ബോയ്സ് സ്കൂള്, ഗേൾസ് സ്കൂള്, സതീശനിട്ട പേരാ എനിക്ക്. സതീശനിട്ട പേരാ. അത് കഴിഞ്ഞ കടക്കാരിട്ട് വരും. മക്കൾ 6 പേരുണ്ടായിരുന്നു. 2 എണ്ണത്തിന് മൂത്തവരെ 2 എണ്ണത്തിന് ദൈവം കൊണ്ട് തന്നില്ലട കുട്ടാ. എനിക്ക് തോരെണ്ണത്തിൽ തന്നാൽ ഞാൻ ഇങ്ങനെ വരില്ലായിരുന്നു. എനിക്കിപ്പോൾ അങ്ങനെയാണ് എനിക്ക് എൻ്റെ മോൻ. എനിക്ക് പുറത്താണ്ട് പോയ മക്കളെല്ലാം ഓർത്തനാണ് അവർ. ഈ ബാക്കി സതീശ് മുഖ്യമന്ത്രി കേട്ടപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് അത് ആവുമെന്നായിരുന്നു അങ്ങോട്ട് പേര്. ഞാൻ പറഞ്ഞു പേടിക്കണ്ട മക്കളെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മൾ ചതിക്കില്ല. നിങ്ങളെയും ചതിക്കില്ല, എന്നെയും ചതിക്കില്ല. ആ ദൈവത്തിന് വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടോ? നേരെ നോക്കി ചിരിച്ചോ മക്കളെ എന്ന് പറഞ്ഞു. നമ്മൾ ജയിച്ചേക്കും, നമ്മൾ ഭരിച്ചിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ സന്തോഷം ഉണ്ടോന്നോ? ഇതിനപ്പുറത്തെ സന്തോഷം എനിക്കൊന്നുമില്ല. എനിക്കൊന്ന് കണ്ടാൽ മതി അങ്ങേരെ കാണും. ഇതേപോലെ ഒന്ന് കെട്ടിപ്പിടിക്കണം ആ സ്റ്റേജിൽ. അത്രേ ഉള്ളൂ. ഇവിടെ VIP സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഇത് ശരിക്കും ഇത് വി ഡി സതീശന്റെ അമ്മയെ പോലാണെന്നാണ് പറഞ്ഞത്. അമ്മ കുറച്ച് പുറകിലാണ്. മുമ്പിൽ വന്ന് കാണണമെന്നാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഒന്നും അറിയില്ല. ഒരുപക്ഷെ വി ഡി സതീശൻ അറിഞ്ഞ അമ്മയെ എടുത്തോണ്ട് പോകുള്ളൂ. പിന്നെ അതല്ലേ ഞാൻ പറയണേ. അപ്പൊ ആ സന്തോഷമാണ് അമ്മാളുമ്മ പറഞ്ഞത്. വളരെ വൈകാരികമായ ഒരു പ്രതികരണം.